ഉടമ്പടി ദൈവത്തിൻ്റെ വചനം തെറ്റിച്ച് ജീവിക്കുമ്പോൾ, ഉടമ്പടി ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ പാപാവസ്ഥയിൽ വരുന്നു. പിന്നെ അതിനെ റീഫണ്ട് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അടുത്ത ആൻറ്റി വെനമെന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവവചനം നിറവേറ്റുന്നതാണ് ഇതിനെ അതിജീവിക്കാനുള്ള തന്ത്രം. അതാണ് എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ദൈവം മാറാത്തതിൻ്റെ കാരണം. അതാണ് ഉടമ്പടി ഒരേ സമയം തന്നെ ആഹാരവുമാണ്, മരുന്നുമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ചില ആൾക്കാരോട് ഉടമ്പടി എടുത്താൽ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആക്ടിവേറ്റ് ആക്കത്തില്ല. ഇല്ലേ? ആക്ടിവേറ്റ് ആകത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാൻ വന്ന് ഇടിച്ചു തല്ലി എടുക്കുക, നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ വണ്ടിക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷണിപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കാം, പക്ഷേ ആക്ടിവേഷൻ ആക്കുന്നത് വേറെ പ്രിൻസിപ്പിളാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല, പിന്നെ അവിടെയൊക്കെ ഒന്ന് ആൾക്കാരെ വിളിച്ചു പോകാനാ, വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം ഈ പന്നി വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ്, ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വളർത്തുക, അതൊന്നും ഇവരുടെ പരിപാടിയല്ല. ഇവരുടെ പരിപാടി സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടി എടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും സാധനം. കാര്യം അവസരം എന്നാണ്. അതാണ് അവസരം. 12:17 എന്താ പറയണത്? അനുദപിക്കാൻ അവസരം നൽകിയില്ല. എന്നുവെച്ചാൽ അവസരം നൽകേണ്ടത് ആരാണ്? അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. അതാണ് പ്രശ്നം. ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. ആദത്തിൻ്റെ പരിപാടി എന്താ? ആദത്തിനോട് ചോദിച്ചു, ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല. അപ്പോൾ ദൈവം ചോദിച്ചത് എന്താണ്? നീ എവിടെയാണെന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഉൽപ്പത്തി 3:9 എടുത്ത് അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. നീ എവിടെയാണ്? ഓക്കെ, ക്ലിയർ, തീർന്ന്. ചോദ്യം എത്രയേ ഉള്ളൂ, നീ എവിടെയാണ്. പക്ഷേ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പറഞ്ഞു കൊടുക്കത്തില്ല. കാര്യം എന്താണ്? അയാൾ മനസ്സാന്തപ്പെട്ടിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മയ്ക്ക് പകരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞു. മാതാവ് മനസ്സിൽ മാനസപുത്രിയെ പോലെ ജനിച്ചു. ഈശോയുടെ പരിശോധനത്തെക്കുറിച്ച് ദൈവം പ്ലാനിട്ടു. അപ്പോൾ ഈ പന്നി ഇനി മാനസാന്തപ്പെട്ടിട്ട് ദൈവം ഒന്നും കാണിക്കാനില്ല. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ, നീ എവിടെയാണെന്നാണ് ആദത്തിനോട് ചോദിക്കുന്നത്. പക്ഷേ ദൈവത്തിനറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ്, എവിടെയാണ് ആകേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, ആദം തിരിച്ചു വന്നേനം. പക്ഷേ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല. എന്താ? ആദം എവിടെ ആയിരിക്കണം. അപ്പോൾ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ പറയാം. നീ എവിടെ ആയിരിക്കണം? നീ എൻ്റെ മുമ്പിലായിരിക്കണമെന്ന്. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1 അബ്രാമിന് അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് ആദത്തിനോട് ഇത് പറയാമായിരുന്നു. എന്താണ്? നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ. പക്ഷേ എവിടെയാണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. പക്ഷേ ഈ പാവത്തിനോട് അത് പറയണില്ല. പക്ഷേ എബ്രാഹത്തിനോട് പറഞ്ഞു. എന്താ കാര്യം? എബ്രാഹം വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുമെന്നും ദൈവത്തിനറിയാം. എൻ്റെ ദൈവപൈതലെ, ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് അനുദപിക്കാൻ അവസരം നൽകണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
അനുഗ്രഹ നദി പോലെ ഒഴുകും അനുഗ്രഹ നദി പോലെ ഒഴുകും കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിട പ്രാർത്ഥന വരവേകും സ്നേഹനാഥേ കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിട പ്രാർത്ഥന വരവേകും സ്നേഹനാഥേ. അപ്പൊ ഈ 12 ഹെബ്രായർ 12:17 പറയുന്ന യേശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത്. എന്താണ്? അവന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഈ ഇൻസ്റ്റേഷൻ നടക്കും. അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവൻ, അതായത് നമ്മളെ കൃപയിൽ എവിടെയായിരുന്നു, ബൈബിള് അവസാനിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എവിടെയായിരുന്നെന്ന് ചിന്തിക്കുക, ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 2:4-5. വെളിപാട് 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആരോടാ ഈ പറയണത്? ഏത് സഭയോടാ പറയണത്? എഫേസോസിലെ സഭയ്ക്ക്. എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നതാണ് ഈ വെളിപാട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്ന് പറഞ്ഞു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുതാപത്തിന്റെ ഒരു പ്രശ്നം അതാണ്. അനുതാപം അത്ഭുതകരമായ ഫലമാണ്. നിന്റെ പഴയ കൃപയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.